പ്രിയതമ പ്രണയലേഖനം എങ്ങനെ എഴുതണം, മുനികുമാരികയല്ലോ ഞാൻ. ഒരിക്കൽ കൂടി സ്വാഗതം ക്ലബ് FM ലവ് ബൈറ്റ്സിലേക്ക്. ഞാൻ പ്രിയനാണ് നിങ്ങളുടെ കൂടെയുള്ളത് ലവ് ബൈറ്റ്സുമായി. പ്രേമലേഖനം എങ്ങനെ എഴുതണമെന്നറിയാതെ വിഷമിക്കുകയാണ് പാവം ശകുന്തള. എന്തൊരു കഷ്ടപ്പാടാണല്ലേ ഓരോ വാക്കും ആറ്റിക്കുറുക്കി അങ്ങനെ ഒരു പ്രേമലേഖനമാക്കി എഴുതാൻ. ഒരുപാട് കഷ്ടപ്പെട്ട് കാണും, പ്രത്യേകിച്ച് ശകുന്തളയുടെ കാര്യം. ഇന്ന് പക്ഷേ പ്രേമലേഖനങ്ങൾക്ക് പ്രസക്തി വളരെ കുറവാണ് എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആരും തന്നെ ഇത്തരത്തിൽ നീട്ടിവലിച്ച് അല്ലെങ്കിൽ എന്തെഴുതണം എങ്ങനെ എഴുതണമെന്നറിയാതെ ഒരിക്കലും വിഷമിക്കുന്നുണ്ടാവില്ല എന്നത് ഉറപ്പാണ്. ഇന്നത്തെ പ്രേമലേഖനങ്ങൾക്ക് 3 വാക്കുകൾ മതി. ഐ മിസ് യു ഡാ. ഇനി കുറച്ചുകൂടി അധികം പ്രേമമുണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി അധികമായി പ്രേമം പ്രകടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഐ മിസ് യു സോ മച്ച് ഡാ എന്നെഴുതിയാൽ മതി. ശരിയല്ലേ? പ്രേമലേഖനങ്ങൾ ഈ നാളുകൾ കൊണ്ട് എത്ര പെട്ടെന്നാണ് മാറിയത് അല്ലേ? കേട്ടുകൊണ്ടിരിക്കൂ ക്ലബ് FM ലവ് ബൈറ്റ്സ്. ഞാൻ പ്രിയൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. സ്റ്റേ ട്യൂൺഡ്. വെൽക്കം വൺസ് അഗെയിൻ. ദിസ് ഈസ് മീ പ്രിയൻ ഹിയർ ഓൺ ക്ലബ് FM ലവ് ബൈറ്റ്സ്. അങ്ങനെ പ്രേമലേഖനത്തെക്കുറിച്ച് പറഞ്ഞു. പ്രേമലേഖനത്തിൽ എപ്പോഴും തുടക്കമാണ് ഏറ്റവും ഗംഭീരമാവേണ്ടത്. ആദ്യത്തെ വിളി ഡിയർ. ഡിയർ എന്ന് നമ്മളിപ്പോൾ സാധാരണ ചേർക്കാറുണ്ട്. പ്രിയപ്പെട്ട എന്ന് ചേർക്കാം. കുറച്ചും കൂടി സ്നേഹത്തോടെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഇനി പേര് വെക്കാം എന്നാണെങ്കിലോ പേരെഴുതുന്നത് അത് ചിലപ്പോൾ ഭയങ്കര ഫോർമലായി പോകും എന്ന് തോന്നും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പ്രണയിനിയുടെ പേര്, ക്ഷമിക്കണം, ഞാനിപ്പോൾ പ്രണയിനിയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. കാര്യം ഞാനൊരു കാമുകനായിട്ട് ഇവിടെ മാറാൻ പോവുകയാണ്. ഓക്കെ, പ്രണയിനിയുടെ പേര് സ്വാതി എന്നാണെന്ന് വിചാരിക്കും. വെറുതെ ഒരു ഡമ്മി പേരാണ് കേട്ടോ. നിങ്ങൾ ഇതിന്റെ പുറത്ത് വേറൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പൊ സ്വാതി, ഡിയർ സ്വാതി എന്നെഴുതിയാൽ കുഴപ്പമില്ല ഇംഗ്ലീഷിലാവുമ്പോൾ. പക്ഷെ മലയാളത്തിൽ അത് എഴുതുമ്പോൾ എങ്ങനെയാവും? പ്രിയപ്പെട്ട സ്വാതി. വേണ്ട, കുറച്ചുകൂടി ഒന്നുകൂടി പ്രേമമയമാക്കിയാലോ? എൻ്റെ സ്വാതി കുട്ടിക്ക്. ആഹാ, ഒരു കുട്ടിക്ക് നമ്മൾ അവിടെ ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു അടുപ്പം വന്നതുപോലെ. അല്ലെങ്കിൽ എൻ്റെ സ്വാതി മോൾക്ക്. മോള് വേണ്ട, കുറച്ച് ബോറായി പോവും അല്ലേ? എന്തായാലും ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് എഴുതുന്ന കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നതെന്നറിയോ? നിങ്ങൾ ഈ 3 വരിയിൽ മെസ്സേജ് അയക്കാതെ വല്ലപ്പോഴും ഒക്കെ ഈ ഹൃദയത്തിൻ്റെ വേദന ഒന്ന് പകർത്തി എഴുതാൻ ശ്രമിക്കണം ഒരു പേപ്പറിൽ. സ്റ്റേ ട്യൂൺഡ്. ക്ലബ് FM ലവ് ബൈറ്റ്സിൽ ഞാൻ പ്രിയനുണ്ട് നിങ്ങളുടെ കൂടെ. ഈ പ്രേമലേഖനങ്ങൾക്ക് പ്രേമം തുറന്നു പറയുക എന്ന ദൗത്യം മാത്രമേ ഉള്ളൂ? അല്ല, പിന്നെയും ഉണ്ട് ചില കാര്യങ്ങൾ. ഒരിക്കൽ കൂടി സ്വാഗതം ക്ലബ് FM ലവ് ബൈറ്റ്സിലേക്ക്. ലവ് ബൈറ്റ്സിൽ ഞാൻ പ്രിയൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. പ്രേമലേഖനങ്ങൾക്ക് പിന്നെയും ഒരുപാട് റോളുണ്ട്. പ്രണയം തുറന്നു പറയുക മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിലുള്ള ആ വേദന മുഴുവൻ ഒരു കടലാസിൽ പകർത്തി തീർക്കുക മാത്രമല്ല, പിന്നീട് അങ്ങോട്ടുള്ള നാളുകളിൽ സ്നേഹം പങ്കുവെക്കുന്നത് ചിലപ്പോൾ ഈ പ്രേമലേഖനത്തിലൂടെ ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക. കുറേ ദൂരെയുള്ള ഒരാളാണ്, കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല, ഒരു ഫോൺ ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ ഒരവസ്ഥയിൽ എന്ത് ചെയ്യും? ഇഷ്ടമുള്ള ആളെക്കുറിച്ച് ഓർത്തുകൊണ്ട് നമ്മൾ അവിടെ ഇരുന്ന് ചില കാര്യങ്ങൾ എഴുതുന്നു അല്ലെ? നമ്മുടെ വേദനകൾ നമ്മൾ അവിടെ പങ്കുവെക്കുന്നു. തിരിച്ച് ഒരു മറുപടി കത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, അതിൻ്റെ സുഖം അതൊന്ന് വേറെ തന്നെയാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഈ ഒരു വേദനയും ഈ ഒരു സന്തോഷവും ഒക്കെ അനുഭവിക്കുന്നത് നമ്മുടെ പട്ടാളക്കാരായിരിക്കാം. കേട്ടിട്ടില്ലേ സന്ദേശേ ആതേ? ആ പാട്ടിൽ ഓരോ കത്തും ഓരോ ജീവിത മുഹൂർത്തങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഓരോരുത്തരുടെ മനസ്സിലും എൻ്റെ കാമുകി അവിടെ എന്തെടുക്കുന്നു, എൻ്റെ ഭാര്യ സുഖമായിരിക്കുന്നു, എൻ്റെ അമ്മയ്ക്ക് സുഖമാണോ, ഇതൊക്കെ പങ്കുവെക്കുന്നത് കത്തുകളിലൂടെ തന്നെയാണ്. അവിടെയും ഈ പ്രണയിനിയുടെ പ്രേമലേഖനത്തിന് വലിയ മാധുര്യമുണ്ടാവും, വലിയ കാത്തിരിപ്പ് അതിൻ്റെ പിന്നിലുണ്ടാവും, വലിയ വേദനകളും. അടുത്ത ഗാനം കേൾക്കാം ഇപ്പോൾ ക്ലബ് FM ലവ് ബൈറ്റ്സിൽ. ഞാൻ പ്രിയനാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഗുഡ് ഈവനിങ് വൺസ് അഗെയിൻ. വെൽക്കം ബാക്ക് ടു ക്ലബ് FM ലവ് ബൈറ്റ്സ്. ലവ് ബൈറ്റ്സുമായി ഞാൻ പ്രിയൻ തന്നെയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഈ ഇഷ്ടം അല്ലെങ്കിൽ സ്നേഹം ഇത് നമുക്കൊരാളോട് തോന്നിക്കഴിഞ്ഞാൽ അത് തുറന്ന് പറയാൻ വേണ്ടി നമ്മൾ പല വഴികൾ നോക്കും അല്ലേ? അതിലൊന്നാണ് മുഖം കാണാതെ അല്ലെങ്കിൽ പറയാതെ ഈ കത്ത് കൊടുക്കുക എന്നുള്ളത്.
അത് ചിലപ്പോൾ ഒരു പുസ്തകത്തിൻ്റെ ഇടയിൽ വെച്ചായിരിക്കും കൊടുക്കുക. അല്ലെങ്കിൽ അതിന് പല പല മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ക്ലാസ്സിൽ വെച്ചിട്ട് സ്കൂളിൽ വെച്ചിട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ആ പെൺകുട്ടി ഇരിക്കുന്ന ബെഞ്ചിൽ വെച്ചിട്ട് പോവുക. അത് ഭയങ്കര റിസ്ക്കാണ്. വേറെ ആരെങ്കിലും എടുത്താൽ അത് വലിയ പ്രശ്നമായി മാറും അല്ലേ. പിന്നെ ഒരു പണിയുണ്ട്, നമ്മളൊക്കെ പണ്ട് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. എനിക്ക് തോന്നുന്നത് ആദ്യത്തെ പ്രണയം അറിയിക്കുന്ന വഴി അത് ചിലപ്പോൾ ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന രീതിയിലായിരിക്കും. എങ്ങനെയാണെന്നറിയോ? ഈ ഡെസ്കിൽ കോമ്പസ് കൊണ്ടൊരു എഴുത്തുണ്ട്. ശരിയല്ലേ? ഐ ലവ് യു, പിന്നെ ആരാണോ സഞ്ജുവോ മഞ്ജുവോ ചിഞ്ചുവോ കുഞ്ചുവോ ആരാണെങ്കിലും ആ പേര് അവിടെ എഴുതിയിടുക. അപ്പോൾ ഇത് ആരെഴുതിയിട്ടു എന്നുള്ളത് ആർക്കും അറിയില്ല. അങ്ങനെയുള്ള ചില രസകരമായിട്ടുള്ള പ്രേമലേഖനങ്ങളുടെ ഒരു കാലം കൂടി ഉണ്ടായിരുന്നു. പിന്നെയും ഈ ഒരു എഴുതിയിടലിനെ നമുക്ക് മറ്റു പല സ്ഥലങ്ങളിൽ വെച്ചും കാണാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എവിടെയെങ്കിലും ടൂറ് പോവുകയാണെന്ന് വിചാരിക്കൂ. അവിടെയുള്ള പാറപ്പുറത്തും അവിടെയുള്ള ചുമരുകളിലുമൊക്കെ നിരവധി പേരുകൾ കാണാം. ഐ ലവ് യു സൂസൻ, ഐ ലവ് യു രേണു, ഐ ലവ് യു ഗീതു, ഐ ലവ് യു സുനേന, ഐ ലവ് യു. അങ്ങനെ ഒരുപാട് കൂടുതലും ആൺകുട്ടികളായിരിക്കും ഇങ്ങനെ എഴുതിയിടുന്ന ആളുകൾ. പെൺകുട്ടികളും ഒട്ടും മോശമൊന്നുമല്ല. ഇങ്ങനെ എഴുതിയിടുന്ന ചില പ്രേമലേഖനങ്ങളും നമ്മൾ കാണാറുണ്ട്. ഉണ്ടോ? നിങ്ങൾ എഴുതിയിട്ടുണ്ടോ അങ്ങനെ? കോളേജിൻ്റെ ഏറ്റവും ഉയർന്ന ചുമരിൽ ഞാൻ എൻ്റെ കാമുകിയുടെ പേര് എഴുതിയിട്ടുണ്ട് എന്ന് ആരെങ്കിലും ഇപ്പോൾ മനസ്സിൽ ഓർക്കുന്നുണ്ടാവും അല്ലേ? സ്റ്റേ ട്യൂൺഡ്. ഞാൻ പ്രിയൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ക്ലബ് FM-ൽ ലവ് ബൈറ്റ്സുമായി.